ഇത് നിങ്ങളോട് പൈസ വെച്ചിരുന്നില്ല സ്കൂളത്തെ കളിക്ക് അത് കൊടുക്കാനട്ടെന്ന്. എന്തിനാ കളിയിലൊക്കെ കൂടിയത്? ഇജ്ജ് പറഞ്ഞാണ് കൂടിച്ചത്. ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ ഓള് കൂടിയിട്ടുണ്ട്, ഓളാണ് കൂടിയതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മേത്തുക്കാണ് ഇടും. അനക്ക് അപ്പുറത്തുള്ള പരിക്കാരി എന്തേ ചെയ്തു അതിനനുസരിച്ചുള്ള പരിപാടിയല്ലേ. ഓരോരുത്തർ കുട്ടികൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇജ്ജ് എന്റെ കുട്ടികളാണ് ചേർക്കും. നമ്മളെ അവസ്ഥക്കനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ അവസ്ഥ അറിഞ്ഞിട്ട് എല്ലാ കാര്യം ചെയ്യലുള്ളൂ. പിന്നെ നിങ്ങളെ മാരി ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യന്മാരും ഇല്ല. എത്ര പറ്റി പറയേണ്ടത്? എന്റെ മാരി ഒരു മനുഷ്യന്മാരും ഇല്ലാന്ന് ഞാൻ ഇപ്പൊ എന്തേപ്പാട് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ കൂട്ടുകാരാ കുഞ്ഞോനും പെണ്ണുങ്ങളും മറ്റേ ബോളും അതാ എല്ലാവരും എപ്പോഴും ടൂറോ. നിങ്ങളെ എവിടേക്കും എന്നെ കൊണ്ടുപോയിക്കണം. എനിക്കിപ്പോ ടൂർ പോവായിട്ടാ. എനിക്ക് മീൻ കച്ചവടമാണ് ഏർപ്പാട്. അതിനെന്തേലും കിട്ടിയാലേ അന്നാന്ന് ചെലവ് കഴിഞ്ഞ് പോകണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നടക്കുന്നത്. ഓല മാരി ടൂർ ഇതിനൊന്നും പോക്ക് എനിക്ക് നടക്കൂല. നിങ്ങൾക്കേ മീൻ കച്ചവടയിലുണ്ട്. ആ കുഞ്ഞോന് ഒരു പണിയില്ല, എന്നാലും ഓന് നല്ല വെള്ളിയൊക്കെ ഇട്ടിക്കാണ് നല്ല സെറ്റപ്പിലാണ് നടക്കണം. ഓനയുടെ സെറ്റപ്പിൽ നടന്നോട്ടെ. എനിക്ക് 2 പെൺകുട്ടികളെ കെട്ടിച്ചാണ്ട് ഓരോ കാര്യം കൂടി ഇച്ചൊന്ന് ചിന്തിച്ചാ. നിങ്ങളെ പെൺകുട്ടികൾ ഇപ്പൊ പ്രായം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കല്ലേ. ചെറുക്കുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടും പണമൊന്നും വേണ്ട, ആരേലും കെട്ടിക്കൊണ്ടുപോകും. ചെറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലേ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണം. അപ്പുറത്തുള്ള ആൾക്കാർ കാട്ടുന്നതിനനുസരിച്ച് ഇജ്ജ് തുള്ളാൻ നിൽക്കണ്ട. അതൊന്നും ഞമ്മക്ക് നടക്കൂല. ഞാൻ ഇങ്ങനെ ആടാൻ കുത്തിർക്കില്ലേ. 10-40 പവന് തന്നീന് എന്റെ വാപ്പ. ഇപ്പൊ എന്റെ അടുത്തുള്ളതേ ഈ ഒരു പൊളിച്ചി വളയുള്ളത്. നിങ്ങൾ അതൊക്കെ കൂടെ വിറ്റിക്കാണ്ട് ഒരു പേര വലിയത് കയറ്റിട്ടു. എന്നിട്ടേ ഈ പേര നിൽക്കുന്ന സ്ഥലമാണെങ്കിലോ നിങ്ങളെ വാപ്പാന്റെ പേരിലും ഇതിനെ ഇന്റെ പണ്ടൊക്കെ എടുത്തിന് നിങ്ങളൊരു ലേഖ ഉണ്ടാക്കി തരണട്ടോ. എന്റെ അൻസത്തിയാളൊക്കെ കെട്ടിച്ചിട്ടേ ഓൽക്കും കൊടുത്തിന് എന്റെ 10-40 പവനം. ഓല മേത്തുനിന്ന് ഒരു പണ്ട് ഊരിയിട്ടില്ല, എപ്പോഴും ഓലിട്ട് നടക്കുന്നുണ്ട്. ഓൽക്ക് ഞമ്മളെ മാതിരിയുള്ള ബുദ്ധിമുട്ടില്ല. എല്ലാരും ഒരേ മാതിരി ആവില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ പെര നിൽക്കുന്ന സ്ഥലം വാപ്പാന്റെ പേരിലാണ് ഇജ്ജ് പറഞ്ഞു. അതിന് എന്തൊരു രേഖ ഞാൻ പനക്ക് ഉണ്ടാക്കി തരാം. ഇത് ഞമ്മക്കുണ്ടായിരുന്നല്ല വാപ്പാന്റെ കാലശേഷം. വാപ്പാക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ. നിങ്ങളെ വാപ്പാന്റെ കാര്യം എന്നോട് പറയുന്നേ വേണ്ട. അതിന് പെരയിൽ നിൽക്കാൻ വേണ്ട ഒഴിവ് ജിയാറത്ത് അടുക്കല്ലേ. ഇങ്ങനെ ഒരു മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തേലും കാര്യം പറഞ്ഞാലേ ചോറ് നിർത്തിക്കാണ്ടാണ് പോവും.